എൻ്റെ ഈ ലോങ് ഹെയർ എങ്ങനെയാണ് വാഷ് ചെയ്യുന്നതെന്നാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും ഇങ്ങനെ നന്നായി എണ്ണ തേച്ചിട്ട് കുളിക്കണം എന്നാണ് അമ്മ പറഞ്ഞേനെ. പക്ഷേ എപ്പോഴും ഇങ്ങനെ നടക്കാറില്ല, കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണല്ലോ. സ്റ്റിൽ ഇന്ന് ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഞാൻ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയുടെ എൻഡ് വരെ ഉണ്ടാവും. കുറച്ച് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ കല്യാണി അമ്മ ഹെയർ ഓയിൽ. ആക്ച്വലി എനിക്കിത് കൊളാബ് കിട്ടിയതാണ് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ. ബട്ട് ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല. യൂസ് ചെയ്തിട്ട് നല്ലതാണെന്ന് തോന്നിയോണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തേ ഉള്ളൂ. ഇതിന്റെ ബോട്ടിലും ഇങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല യൂസർ ഫ്രണ്ട്ലി ആണല്ലോ. ഈ ഓയിൽ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വീട്ടിലുള്ള നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ എന്ത് വേണേലും യൂസ് ചെയ്യാം. ഞാൻ മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നല്ലെണ്ണയാണ്, അതിനും നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അടുത്ത നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് ആണ് ഈ കാസ്റ്റർ ഓയിൽ. ആവണക്കെണ്ണ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇത് കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് നമുക്ക് തേക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ലൂസായിട്ടുള്ള ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് തേക്കാവുന്നതാണ്. ഞാൻ യൂഷ്വലി നല്ലെണ്ണ വെളിച്ചെണ്ണയുടെ കൂടെയൊക്കെയാണ് മിക്സ് ചെയ്ത് തേക്കാറ്. അപ്പം ഞാൻ ഓയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിനിമം ഒരു ഹാഫ് ആൻ അവറെങ്കിലും വെയിറ്റ് ചെയ്യണം. ഞാനൊരു 2-3 hours വെയിറ്റ് ചെയ്തിട്ടാണ് വാഷ് ചെയ്ത് കളയാറ്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു. ആ ടൈം കൊണ്ട് ഞാനതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തു. പിന്നെ കുളിക്കാൻ പോകുമ്പോൾ എനിക്കൊരു ബാഡ് ഹാബിറ്റ് ഉണ്ട്. ഈ സ്പീക്കറിൽ ഉറക്ക പാട്ട് വയ്ക്കാണ്ട് ഞാൻ കുളിക്കാൻ കയറാറില്ല. സോ സ്പീക്കറൊക്കെ ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് യൂസ് ചെയ്തതിൽ ഏറ്റവും നന്നായിട്ട് തോന്നിയൊരു ഷാമ്പു ആണ് ഈ ലോറിയലിൻ്റെ ഷാമ്പു. എൻ്റെ ഒരു ഡ്രൈ ഫ്രിസി ടൈപ്പ് ഹെയർ ആണ്. ഒരുപാട് ഷാമ്പൂസ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഡ്രൈ ആവാണ് ചെയ്യാറ്. ബട്ട് ഈ ഷാമ്പു അങ്ങനെയല്ല. നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സിറം യൂസ് ചെയ്തൊരു ഫീൽ കിട്ടുന്നുണ്ട്, ഡ്രൈ ആവുന്നില്ല. ഷാമ്പു അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനൊരു സ്കാൽപ്പ് മസാജറോ അല്ലെങ്കിൽ നമുക്ക് കൈ വെച്ചോ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഷാമ്പു ഒക്കെ ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞു. ഈ ഒരു ഷാമ്പു ആയതുകൊണ്ട് തന്നെ എനിക്ക് കണ്ടീഷണർ ഇതുവരെ യൂസ് ചെയ്യേണ്ടി വരാറില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഹാവൽസിന്റെ ഹെയർ ഡ്രയർ ആണ്. ടെമ്പറേച്ചറും സ്പീഡും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. ഹോട്ട് എയർ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് കൂളായ ഏകദേശം ഒരു നോർമലായ എയറും ഇതിൽ നിന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഫ്രണ്ടിൽ നോസിൽ പോലൊരു സംഭവമുണ്ട്. അത് യൂസ് ചെയ്ത് നമുക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ട് എങ്ങോട്ടാണോ എയർ വരേണ്ടത് അങ്ങോട്ടേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഡെയിലി അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നൊരു സിറാണ് ഈ ബയോളജിന്റെ സിറം. ഫ്രിസി ഹെയർ ഉള്ളവർക്കൊക്കെ ഒന്ന് മുടി സെറ്റായിട്ടിരിക്കാൻ ഇത് നല്ലതാണ്. അപ്പോൾ എൻ്റെ ചെറിയ ഹെയർ കെയർ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. നമുക്കിതുപോലെ അടുത്തൊരു വീഡിയോയിൽ കാണാം.